ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥയാണ് പറയുന്നത്. ഡോക്ടറിൽ നിന്നും ഡിക്റ്റേറ്ററിലേക്ക് നടന്നു കയറിയ ഒരാളുടെ കഥ. ഇത് വെറും ഒരു കെട്ടുകഥയല്ല. ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന സിറിയ എന്ന രാജ്യത്തിന്റെ ഒരു ജനതയുടെ ചരിത്രവും ഒപ്പം വർത്തമാനവുമാണ്. ലണ്ടനിൽ പരിശീലനം ലഭിച്ച നേത്രരോഗ വിദഗ്ധനിൽ നിന്ന് സിറിയയുടെ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയിലേക്കുള്ള ബാഷർ അൽ അസദിന്റെ ഉയർച്ച അപ്രതീക്ഷിത വഴിത്തിരിവുകളുടെയും ഒപ്പം ക്രൂരമായ അധികാര കളികളുടെയും ഇതിനെല്ലാം ഇടയിലകപ്പെട്ട ഒരു രാജ്യത്തിന്റെയും കഥയാണ്. 1965 സെപ്റ്റംബർ 11 ഡമാസ്കസിൽ ജനിച്ച ബാഷർ 1971 സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ശക്തനായ നേതാവ് ഹഫീസ് അൽ അസദിന്റെ രണ്ടാമത്തെ മകനായിരുന്നു. നേതൃനിരയിൽ വളർന്ന തന്റെ ജ്യേഷ്ഠൻ ബാസലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ബാഷറിന്റെ പാത ഒരു സാധാരണ ഗതിയിലുള്ളതായിരുന്നു. വൈദ്യശാസ്ത്ര പഠനമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്തുള്ള ശാന്തമായ ജീവിതം. എന്നിരുന്നാലും ബാഷറിനെ കാത്തിരുന്നത് മറ്റൊരു പാതയായിരുന്നു. ബാഷർ അൽ അസദിന്റെ ആദ്യകാലങ്ങൾ ഒരു സമ്പന്ന കുടുംബത്തിലെ ഏതൊരു ബാലനെയും പോലെ തന്നെയായിരുന്നു. വെസ്റ്റേൺ ഐ ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജി പഠിക്കാൻ ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് ബാഷർ ഡമാസ്കസിലെ അറബ് ഫ്രഞ്ച് അൽഹുറിയ വിദ്യാലയത്തിൽ ആയിരുന്നു പഠിച്ചിരുന്നത്. നാട്ടിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ലണ്ടനിലെ ജീവിതം. ബാഷർ ഒരു ഉത്സാഹിയായ വിദ്യാർത്ഥിയായിരുന്നു. പിതാവിന്റെ രാഷ്ട്രീയത്തിലൊന്നും ശ്രദ്ധിക്കാതെ തന്റെ മെഡിക്കൽ ജീവിതത്തിലാണ് ബാഷർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. പിതാവിന്റെ അനന്തരാവകാശിയായിരുന്ന ജ്യേഷ്ഠൻ ബാസൽ 1994 ഒരു വാഹനാപകടത്തിൽ മരിച്ചതോടെ ബാഷറിന്റെ ജീവിതത്തിൽ തികച്ചും നാടകീയമായ ഒരു വഴിത്തിരിവുണ്ടായി. ബാസലിന്റെ മരണം ബാഷറിനെ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടു. മനസ്സില്ലാ മനസ്സോടെയാണ് ഡോക്ടറിന്റെ കോട്ടുപേക്ഷിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മേലങ്കി അണിയാനായി സിറിയയിലേക്ക് മടങ്ങിയത്. ഡോക്ടറിൽ നിന്നും ഡിക്റ്റേറ്ററിലേക്കുള്ള ഒരു യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ അത്. പിതാവിന്റെ രാഷ്ട്രീയ അനന്തരാവകാശിയായി രാഷ്ട്രീയത്തിൽ ബാഷർ സജീവമാകാൻ തുടങ്ങി. സൈനിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ചില ചുമതലകളൊക്കെ ലഭിച്ചു. ബാഷർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു റോളിനായി അയാളെ പിതാവ് ഒരുക്കിയെടുത്തുകൊണ്ടിരുന്നു. 2000 ഹഫീസ് അൽ അസദ് മരിച്ചപ്പോൾ ബാഷർ അതിവേഗം അധികാരത്തിൽ വന്നു. 34-ാം വയസ്സിൽ സിറിയയുടെ പ്രസിഡന്റായി. അധികാരത്തിലെത്തിയ ആദ്യ ദിനങ്ങളിൽ സിറിയയിലും ഒപ്പം അന്താരാഷ്ട്ര തലത്തിലും പ്രതീക്ഷയുടെ ഒരു കിരണമായിരുന്നു ബാഷർ. ബാഷറിന്റെ പാശ്ചാത്യ വിദ്യാഭ്യാസവും ഒപ്പം പ്രൊഫഷണൽ പശ്ചാത്തലവും അതോടൊപ്പം തന്നെ അദ്ദേഹം പരിഷ്കരണത്തിന്റെയും നവീകരണത്തിന്റെയും ഒക്കെ ഒരു യുഗത്തിലേക്ക് സിറിയയെ നയിക്കുമെന്ന് വിശ്വസിക്കാൻ പലരെയും പ്രേരിപ്പിച്ചു. എന്നാൽ അവിടെ നിന്നും ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയിലേക്കുള്ള വളർച്ച അതിവേഗമായിരുന്നു. വിയോജിപ്പുകളെ നിഷ്കരണം അടിച്ചമർത്തി. പ്രസിഡന്റായ ആദ്യ വർഷങ്ങളിൽ ഉദാരവൽക്കരണത്തിലേക്കുള്ള സാധ്യതയുള്ള ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന നിരവധി നീക്കങ്ങൾ ബാഷർ നടത്തിയിരുന്നു. രാഷ്ട്രീയ തടവുകാരെയൊക്കെ മോചിപ്പിച്ചു. ഈ ഡമാസ്കസ് സ്പ്രിംഗ് എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംവാദത്തോടൊക്കെ വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് സംസാരിച്ചു. എന്നിരുന്നാലും ഈ മാറ്റങ്ങൾ ഉപരിപ്ലവവും ഹ്രസ്വകാലവുമായിരുന്നു. പരിഷ്കരണങ്ങൾക്കുള്ള ശ്രമങ്ങൾ സ്വേച്ഛാധിപത്യ തീരുമാനങ്ങൾക്ക് വഴിമാറി. വർഷങ്ങൾ കഴിയുന്തോറും ബാഷറിന്റെ ഭരണം കൂടുതൽ അടിച്ചമർത്തൽ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. രാഷ്ട്രീയ എതിർപ്പുകളെ നിഷ്കരണം അടിച്ചമർത്തുകയും ഈ ജനങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അധികാരത്തിൽ ഏകാധിപത്യപരമായി പിടിമുറുക്കുകയും ചെയ്തതോടെ മാറ്റത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതീക്ഷകൾ പൂർണ്ണമായും മങ്ങി. ബാഷർ തന്റെ പിതാവിന്റെ പാത പിന്തുടരുകയും ഭയവും അക്രമവും ഉപയോഗിച്ച് കൂടുതൽ നിയന്ത്രണത്തോടെ അധികാരം നിലനിർത്തുകയും ചെയ്തു. 2011 അറബ് വസന്തത്തിന്റെ തുടക്കത്തോടെയാണ് ബാഷറിന്റെ ഭരണത്തിൽ പുതിയ അധ്യായം തുടങ്ങുന്നത്. ട്യൂണീഷ്യ, ഈജിപ്ത്, ലിബിയ എന്നിവിടങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജനാധിപത്യ പരിഷ്കരണങ്ങളും സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ട് സിറിയക്കാർ തെരുവിലിറങ്ങി. ബാഷറിന്റെ പ്രതികരണം ക്രൂരമായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന വെടിയുതിർക്കുകയും അറസ്റ്റും മർദ്ദനവും കൊലകളുമൊക്കെ സാധാരണമാവുകയും രാജ്യം പൂർണ്ണമായും അരാജകത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്തു.
സമാധാനപരമായ പ്രതിഷേധങ്ങൾ പെട്ടെന്ന് തന്നെ പൂർണ്ണമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. സ്വതന്ത്ര സിറിയൻ ആർമി, ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ, കുർദിഷ് സേന എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങൾ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്തു. റഷ്യയും ഇറാനും ബാഷറിനെ പിന്തുണച്ചപ്പോൾ യുഎസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും പ്രതിപക്ഷത്തെയാണ് അനുകൂലിച്ചത്. ഇതോടെ വിഷയം ഒരു അന്താരാഷ്ട്ര സംഘർഷത്തിലേക്കൊക്കെ വഴിമാറുന്ന സാഹചര്യമുണ്ടായി. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിനാശകരമായ സംഘട്ടനങ്ങളിൽ ഒന്നായാണ് സിറിയൻ ആഭ്യന്തര യുദ്ധം കണക്കാക്കപ്പെടുന്നത്. അലപ്പോ, ഹോംസ്, റാക്ക തുടങ്ങിയ നഗരങ്ങൾ തകർന്നടിഞ്ഞു. 4 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ ആഭ്യന്തരമായി മറ്റും അഭയാർത്ഥികളായി അയൽ രാജ്യങ്ങളിലും പുറത്തും പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു. അസദ് ഭരണകൂടം രാസായുധ പ്രയോഗം ഉൾപ്പെടെയുള്ള ഹീനമായ യുദ്ധക്കുറ്റങ്ങളാണ് അന്ന് നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ എതിർപ്പുണ്ടായിട്ടും റഷ്യയുടെയും ഇറാന്റെയും അചഞ്ചലമായ പിന്തുണ കാരണം ബാഷർ അൽ അസദിന് അധികാരത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞു. 2015 റഷ്യൻ സൈനിക ഇടപെടൽ വിമതസേനയിൽ നിന്ന് പ്രധാന പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു ഫയർ പവർ അസദ് ഭരണകൂടത്തിന് നൽകി. സൈനിക ഉപദേഷ്ടാക്കളുടെ രൂപത്തിലും അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഇറാനും പിന്തുണയുമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതും ഒരു ഭരണത്തിൽ തുടരാൻ അദ്ദേഹത്തിന് നിർണായകമായി. ഏതൊരു ഫാസിസ്റ്റ് ഭരണകർത്താവിനെയും പോലെ അസദ് ഭരണകൂടം അധികാരത്തിൽ പിടിമുഴുക്കാൻ ഒരു തരത്തിലുള്ള പ്രചാരണത്തെ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടയെ ഒരു പ്രധാന ടൂളായി ഉപയോഗിച്ചു. വിദേശ ഗൂഢാലോചനകൾക്കും തീവ്രവാദ ഭീഷണികൾക്കുമെതിരെ രാഷ്ട്രത്തിന്റെ സംരക്ഷകനായാണ് ഭരണകൂട നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ബാഷറിനെ ചിത്രീകരിക്കുന്നത്. സുന്നി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരായ സംരക്ഷകനായി ബാഷറിനെ കാണുന്ന ഒരു വിഭാഗത്തിനിടയിൽ, പ്രത്യേകിച്ച് അലവൈറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ ഈ പ്രചാരണത്തിന് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. അധികാരത്തിൽ തുടരാനുള്ള ബാഷർ അൽ അസദിന്റെ നിശ്ചയദാർഢ്യത്തിന് വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. സിറിയൻ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പൗരന്മാർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സേവനങ്ങൾ ഗുരുതരമായി തടസ്സപ്പെട്ടു. വ്യത്യസ്ത വംശീയ മതവിഭാഗങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വേർതിരിവുണ്ടായി. ഇതോടെ രാജ്യത്തിന്റെ സാമൂഹിക ഘടന കീറിമുറിക്കപ്പെട്ടു. ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച, ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച സിറിയയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു. ഒടുവിൽ ഇപ്പോൾ വിമതർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. സിറിയയുടെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി വെറും 11 ദിവസം കൊണ്ടാണ് വിമതർ പ്രസിഡന്റിനെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. വിമതരെയും വിമതരുടെ മുന്നേറ്റത്തെയും സംബന്ധിച്ച് നിരവധി വാർത്തകളും ഒപ്പം അഭ്യൂഹങ്ങളുമെല്ലാം വരുന്നുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം യാഥാർത്ഥ്യമാണ്. ഇനിയൊരു മടങ്ങിവരവിന് സാധ്യതയില്ലാത്ത വിധം ബാഷർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ബാഷറിന്റെ ഭാവി എന്തോ ആകട്ടെ, സമ്പന്നമായ പൈതൃകത്തിൽ നിന്നും അഭയാർത്ഥിത്വത്തിലേക്കും ഒപ്പം അരക്ഷിതാവസ്ഥതയിലേക്കും ഒക്കെ വീണുപോയ സിറിയൻ ജനതയുടെ ഭാവി എന്താകുമെന്നതാണ് ചോദ്യം. രാജ്യം സിറിയ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഭാവി പ്രവചനാതീതമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം.